നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ LDC എക്സാമുകളിൽ ആലപ്പുഴയിലും പാലക്കാടുമായിട്ട് നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ടി സുനന്ദാമ്മയാണ്. ടി സുനന്ദാമ്മയാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്. ആരൊക്കെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നത്? AV കുട്ടിമാളു അമ്മ, അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. AV കുട്ടിമാളു അമ്മയും അക്കാമ്മ ചെറിയാനും ആനി മസ്ക്രീനും കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉറുദു പത്രം. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. വന്ദേ മാതരത്തെ പറ്റി ഇതിനു മുമ്പ് PSൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ഏത് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ദേശ് രാഗത്തിൽ. ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം ആലപിക്കാൻ എത്ര സമയമെടുക്കും? 65 സെക്കൻഡാണ് എടുക്കുക. വന്ദേ മാതരം ആലപിക്കാൻ 65 സെക്കൻഡ് എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. സൺയാത് സെന്നിന്റെ തത്വങ്ങൾ ഏവ? സൺയാത് സെന്നിന്റെ തത്വങ്ങൾ തന്നിരിക്കുന്നതിൽ C ആണ് 1, 2, 3. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺയാത് സെന്നിന്റെ തത്വങ്ങൾ. ആരാണ് ഈ സൺയാത് സെൻ? ചൈനീസ് വിപ്ലവകാരിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു സൺയാത് സെൻ. ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെടുന്നു. റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ ചൈനയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു തത്വശാസ്ത്രത്തിന്റെ ഭാഗമായി സൺയാത് സെൻ വികസിപ്പിച്ചെടുത്ത രാഷ്ട്രീയ തത്വമാണ് 3 പ്രിൻസിപ്പിൾ ഓഫ് ദ പീപ്പിൾ. ഇതിൽ 3 തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഒന്നും കൂടി പറയാം. ചൈനീസ് വിപ്ലവകാരിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു സൺയാത് സെൻ. അദ്ദേഹം ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയ പിതാവായി കണക്കാക്കപ്പെടുന്നു. റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ ചൈനയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തത്വശാസ്ത്രത്തിന്റെ ഭാഗമായി സൺയാത് സെൻ വികസിപ്പിച്ചെടുത്ത ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. ഇതിൽ അടങ്ങിയിരിക്കുന്ന 3 തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193. UN-ൽ എത്ര അംഗങ്ങളാണുള്ളത്? 193 അംഗങ്ങളാണ് ഉള്ളത്. UN എന്താണ്? യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്ര സംഘടന. രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN. ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമാക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് 193 അംഗരാജ്യങ്ങളാണുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് PSൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
UN ചാർട്ടർ. UN ചാർട്ടർ എന്ന പേരിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചതാരാണ്? രാമസ്വാമി മുതലിയാർ. രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഏതു വർഷമാണ് ഒപ്പുവെച്ചത്? 1945 ജൂൺ 26. 1945 ജൂൺ 26 ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് ഏതു വർഷമാണ്? 1945 ഒക്ടോബർ 30. UN-ൽ അംഗമായ 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. UN-ൽ അംഗമായ 29ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെപ്പറേറ്റ് ലോങ് വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെന്നും അറിയപ്പെടുന്നു. സൂര്യന് ചുറ്റും ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നാണ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നാണ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആർദ്രത. അന്തരീക്ഷ പാളികളെ സംബന്ധിച്ച് PSCയിൽ ഇതിനു മുമ്പേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാലും സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയാം. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? മിസോസ്ഫിയർ. മിസോസ്ഫിയർ അന്തരീക്ഷ പാളിയിലാണ് മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനം കൂടുതലായി കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. കാലാവസ്ഥയുടെ വ്യതിയാനം കൂടുതലായി കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയിലെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി. ഭൂമിയിലെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം എന്താണ്? ഓസോൺ പാളി. അടുത്ത ക്വസ്റ്റ്യൻ. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാക്കിനാഡയും പുതുച്ചേരിയുമാണ്. ഓപ്ഷൻ ബി കാക്കിനാഡ, പുതുച്ചേരി. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനാഡ, പുതുച്ചേരി. ഇതുവരെയായി 6 ദേശീയ ജലപാതകളാണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരെണ്ണം കേരളത്തിലാണ്. ഏതൊക്കെയാണ് ദേശീയ ജലപാതകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് നോക്കാം. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഹാൽദിയയും അലഹബാദുമാണ്. അലഹബാദിനെയും ഹാൽദിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 1 ആണ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയെയും ദുബ്രിയെയുമാണ്. സാദിയെയും ദുബ്രിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 2 ആണ്. ദേശീയ ജലപാത 3 കേരളത്തിലുള്ള ഒരേയൊരു ദേശീയ ജലപാതയാണ്. കൊല്ലം, കോട്ടപ്പുറം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. കൊല്ലം, കോട്ടപ്പുറം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 4 കാക്കിനാഡ, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 5 തൽച്ചാർ, ധാമ്ര എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു.
ബ്രഹ്മിണി നദിയുടെയും മഹാനദിയുടെയും ഡെൽറ്റകളാണ് ഈ തൽച്ചാറും ധാമ്രയും. തൽച്ചാറിനെയും ധാമ്രയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 5. ദേശീയ ജലപാത 6 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ലഖിപൂർ, ബംഗ. ലഖിപൂറിനെയും ബംഗയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 6. അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66 1/2 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് 66 1/2 ഡിഗ്രിയാണ്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തതേത്? ദേശീയ കുടുംബാരോഗ്യ സർവേ. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് തന്നിരിക്കുന്നതിൽ ദേശീയ കുടുംബാരോഗ്യ സർവേയാണ്. NSSO നടത്തുന്ന സർവേകൾ ഏതെല്ലാമാണ്? തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ്. തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ് ഇവയെല്ലാം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമാണ്. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട PSCയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ നോർമൻ ബോർലോഗ്. ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇദ്ദേഹം നോബൽ സമ്മാന ജേതാവായ ഏക കൃഷിശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ നോർമൻ ബോർലോഗ് നോബൽ സമ്മാന ജേതാവായ ഏക കൃഷിശാസ്ത്രജ്ഞനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലയളവിലാണ്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഗോതമ്പ്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യമാണ് ഗോതമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ശരിയായ ശ്രേണി ഏതാണ്? ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ: ഒന്നാമത് മധ്യപ്രദേശ്, രണ്ടാമത് പഞ്ചാബ്, മൂന്നാമത് ബീഹാർ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത്? നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഓപ്ഷൻ എ. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതല്ല. നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഒന്നും കൂടി പറയാം. മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. നമുക്ക് എന്താണ് നീതി ആയോഗ് എന്ന് നോക്കാം. ആശയവിനിമയത്തിന്റെ താഴെ തട്ടിലുള്ള സമീപനത്തിലൂടെ രാജ്യത്ത് സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തിങ്ക് ടാങ്ക് എന്ന പ്രധാന നയമാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ്? ആശയവിനിമയത്തിന്റെ താഴെ തട്ടിലുള്ള സമീപനത്തിലൂടെ രാജ്യത്ത് സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തിങ്ക് ടാങ്ക് എന്ന പ്രധാന നയമാണ് നീതി ആയോഗ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം ആണ്
നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ. നീതി ആയോഗ് സ്ഥാപിതമായത് ഏത് വർഷം? 2015 ജനുവരി 1. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് സ്ഥാപിതമായത്. നീതി ആയോഗിന്റെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും രാജ്യത്ത് സഹകരണ ഫെഡറലിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും രാജ്യത്ത് സഹകരണ ഫെഡറലിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ? രാജ്യത്തെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ വലിയ മുന്നേറ്റമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. രാജ്യത്തെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ വലിയ മുന്നേറ്റമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ആരംഭിച്ചത് എന്നാണ്? 2014 സെപ്റ്റംബർ 25. 2014 സെപ്റ്റംബർ 25-നാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ആരംഭിച്ചത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന മേഖല മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത്. ഇതൊരു സ്വദേശി പ്രസ്ഥാനം പോലെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന മേഖല മെച്ചപ്പെടുത്തുന്നതിനാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ആരംഭിച്ചത്. ഇതൊരു സ്വദേശി പ്രസ്ഥാനം പോലെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ എത്ര മേഖലകളാണ് ലക്ഷ്യമിടുന്നത്? 25 മേഖലകളാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ലക്ഷ്യമിടുന്നത്. സീറോ ഡിഫെക്ട്സ് സീറോ ഇഫക്ട്സ് എന്ന മുദ്രാവാക്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സീറോ ഡിഫെക്ട്സ് സീറോ ഇഫക്ട്സ് എന്ന മുദ്രാവാക്യം മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നൽകിയത്. സീറോ ഡിഫെക്ട്സ് സീറോ ഇഫക്ട്സ് എന്ന മേക്ക് ഇൻ ഇന്ത്യയുടെ മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നൽകിയത്. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തതേത്? ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖലയാണ്.